മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ എതിർവശത്തുള്ള രാഗം ജംഗ്ഷനിൽ പൊതുജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്ന ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമറിന് താൽക്കാലിക വേലി സ്ഥാപിച്ചു. അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി KCN ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് നടപടി. Beautiful and excellent quality furnitures are giving pride to every home. Tamam Furniture World, most popular furniture brand in Kerala and Karnataka. Tamam Furniture World, Uppala, Bandiyod, Udyavar, now at Mangalore. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ എതിർവശത്തുള്ള രാഗം ജംഗ്ഷൻ ദേശീയപാതയിലെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള സർവീസ് റോഡിൽ ശരിയായ വേലി സ്ഥാപിക്കാതിരുന്ന ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ പൊതുജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. ഈ വാർത്ത KCN ന്യൂസിൽ സംപ്രേഷണം ചെയ്യുകയും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വൈദ്യുതി വകുപ്പ് ഉടൻ തന്നെ നടപടി സ്വീകരിക്കുകയും താൽക്കാലിക വേലി സ്ഥാപിക്കുകയുമുണ്ടായി. പ്രദേശവാസികളും യാത്രക്കാരും അപകടകരമായ സാഹചര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലും പൊതുജനങ്ങളുടെ രോഷം ഉയർന്നിരുന്നു. ഗതാഗതം കൂടുതലുള്ള ബസ് സ്റ്റാൻഡിന്റെ മുറ്റത്താണ് ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ താൽക്കാലിക തകരാറുകൾ കാരണം അപകടമുണ്ടാകുമെന്ന് നാട്ടുകാർക്കും ഭയമുണ്ടായിരുന്നു. രാഗം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഹൈവേൻ്റെ സൈഡിൽ നാഷണൽ ഹൈവേ 66 സൈഡിൽ റോഡിലേക്ക് ടച്ച് ആയിട്ടാണ് ട്രാൻസ്ഫോമർ ഉള്ളത്. അപ്പോൾ കുട്ടികൾ മറ്റേ റിക്ഷ സ്റ്റാൻഡ് ഉണ്ട്, അപ്പുറത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അടക്കെല്ലാം പോകുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിക്കൊണ്ട് സൈഡ് വേലി കെട്ടിയില്ലായിരുന്നു. അപ്പോൾ ഒരു ചാനലിൽ മുന്നാന്ന് ന്യൂസ് ചാനലിൽ വന്നതുകൊണ്ട് ഇപ്പം അതിൻ്റെ പണി തീർത്ത് ഇപ്പം അതിനെ ക്ലിയറാക്കി കൊടുത്തിന്. അപ്പോൾ ആ ന്യൂസ് ചാനലിൽ വന്ന ചാനലിനവർക്ക് നന്ദി അറിയിക്കുന്നു. അത് വന്നത് മൂലമാണ് ഇത്രയും പെട്ടെന്ന് ആയി കിട്ടിയത് എന്നാണ് പബ്ലിക് മൊത്തം പറയുന്നത്. അപകടഭീതിയെക്കുറിച്ച് ബന്ധപ്പെട്ടവർ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് സെക്ഷൻ ഓഫീസർമാർ ഉടൻ തന്നെ സ്ഥലം സന്ദർശിക്കുകയും വേലി സ്ഥാപിച്ച് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. താൽക്കാലിക വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിരമായ സുരക്ഷയ്ക്കായി ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നുവരികയാണെന്നാണ് സൂചന. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.